ഫ്രണ്ട്സ്, ലോകത്തിലെ തന്നെ കുറച്ച് വലിയ മനുഷ്യരെ നമ്മൾക്ക് പരിചയപ്പെട്ടാലോ? അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ വളരെയധികം ഇൻട്രസ്റ്റിംഗും അതേപോലെ നിങ്ങൾക്ക് പുതിയ അറിവുമായിരിക്കും. അതുകൊണ്ട് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയുടെ അവസാനമായിരിക്കും സംസാരിക്കാനായി പോവുക. അപ്പൊ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും റെസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്പർ 10, ജുവാൻ പെഡ്രോ ഫ്രാങ്കോ. 2016 ലോകത്തിൽ ജീവനോടെയുള്ള ഏറ്റവും ഭാരമേറിയ മനുഷ്യൻ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ടൈറ്റിൽ ലഭിച്ച വ്യക്തിയായിരുന്നു ജുവാൻ പെഡ്രോ ഫ്രാങ്കോ എന്ന മെക്സിക്കോക്കാരൻ. 595 കിലോഗ്രാംസ് ഭാരം, അതായത് ഏകദേശം 600 കിലോഗ്രാംസിനടുത്ത് ഭാരമായിരുന്നു ജുവാന് 2016 ഉണ്ടായത്. അതായത് ഒരു പോളാർ കരടിയേക്കാൾ ഭാരമാണ് ജുവാൻ ഉള്ളത്. ഇദ്ദേഹത്തിന് ഇന്ന് 40 വയസ്സ് പ്രായമാണ്. ഇദ്ദേഹത്തിന് ഒന്ന് പുറത്തു പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 8 ആളുകളുടെ സഹായമെങ്കിലും വേണം. അങ്ങനെ ജുവാൻ ട്രീറ്റ്മെന്റ് ചെയ്ത് തന്റെ ഭാരം കുറക്കാനായി തീരുമാനിച്ചു. അങ്ങനെ ഓൾമോസ്റ്റ് 600 കിലോഗ്രാംസ് ഭാരമുണ്ടായ ജുവാൻ തന്റെ ശരീരഭാരത്തിൽ നിന്ന് 380 കിലോഗ്രാംസ് ആണ് കുറച്ചത്. അതായത് തന്റെ ടോട്ടൽ ശരീരഭാരത്തിന്റെ പകുതി ഭാരം ജുവാൻ കുറക്കാനായി സാധിച്ചു. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ജുവാന് ട്രീറ്റ്മെന്റിനായി തന്റെ വീട്ടിൽ നിന്ന് ആശുപത്രിയിൽ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ ജുവാനെ ആശുപത്രിയിൽ കൊണ്ടാക്കാൻ ധാരാളം ഫയർ ഫൈറ്റേഴ്സ് ആയിരുന്നു വന്നത്. കുറെ സമയം അവർ കഷ്ടപ്പെട്ടിട്ടാണ് ജുവാനെ ആശുപത്രിയിൽ എത്തിച്ചത്. നമ്പർ 9, സാങ് ജൂങ്കായ്. ലോകത്തിലെ വൺ ഓഫ് ദി ടോളസ്റ്റ് ഹ്യൂമൻ ആണ് സാങ് ജൂങ്കായ്. ഏറ്റവും ഉയരം കൂടിയ മനുഷ്യരിൽ നിന്ന് ഇദ്ദേഹത്തിന് 5ാം സ്ഥാനമാണുള്ളത്. ചൈനക്കാരനായ ഇദ്ദേഹത്തിന് 60 വയസ്സ് പ്രായമാണുള്ളത്. ഇനി ഇദ്ദേഹത്തിന്റെ ഉയരം എത്രയാണ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? 7 അടി 11 ഇഞ്ചസ് ഉയരമാണ് ഇദ്ദേഹത്തിനുള്ളത്. ചൈനയിലെ മറ്റു ഉയരം കൂടിയ ആളുകളുമായി സാങ് ജൂങ്കായ്ക്ക് നല്ല ബന്ധമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ത്രീയായ യാവോ ഡെഫനെയൊക്കെ ഇദ്ദേഹം ആശുപത്രിയിൽ കാണാനായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് യാവോ ഡെഫൻ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്പർ 8, യാവോ ഡെഫൻ. 1972 ചൈനയിൽ ജനിച്ച ഒരു സ്ത്രീയാണ് യാവോ ഡെഫൻ. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉയരം കൂടിയ സ്ത്രീ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആയിരുന്നു പുള്ളിക്കാരി. എന്നാൽ ഇപ്പോൾ അല്ല, കാരണം ഇന്ന് യാവോ ഡെഫൻ ജീവനോടെയില്ല. തന്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യാവോ ഡെഫൻ നല്ലോണം നീളം വെച്ചത്. 7 അടി 8 ഇഞ്ചസ് ഉയരവും 157 കിലോഗ്രാംസ് ഭാരവുമായിരുന്നു പുള്ളിക്കാരിക്കുണ്ടായത്. അപ്പോൾ ഇത്രയും നീളവും ഭാരവും വെച്ച് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ പല പ്രശ്നങ്ങൾ യാവോ ഡെഫൻ നേരിട്ടിരുന്നു. യാവോ ഡെഫന് വെറും 11 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ തനിക്ക് 6 അടി 2 ഇഞ്ചസ് ഉയരമുണ്ടായിരുന്നു. ഒരു ഡോക്ടർ ഈ ട്യൂമർ സർജറി ചെയ്ത് മാറ്റണമെന്നും യാവോ ഡെഫന്റെ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു. എന്നാൽ വളരെയധികം പാവപ്പെട്ട കുടുംബമായതുകൊണ്ട് തന്നെ ഇത്രയും വലിയ സർജറി ചെയ്യാൻ അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു. അങ്ങനെ സർജറി അവർ ചെയ്തിട്ടില്ല. പല വലിയ കമ്പനീസ് യാവോ ഡെഫനെ ഒരു അത്ലീറ്റ് ആക്കാൻ വേണ്ടി പരിശീലനം കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ യാവോ ഡെഫൻ വളരെയധികം വീക്ക് ആയതുകൊണ്ട് തന്നെ അതൊക്കെ പാതി വഴി വെച്ച് നിർത്തേണ്ടി വന്നു. 2012 വെറും 40 വയസ്സ് പ്രായമുള്ളപ്പോൾ യാവോ ഡെഫൻ മരണപ്പെട്ടു. അങ്ങനെ 2008 തൊട്ട് 2012 വരെ ലോകത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ഉയരം കൂടിയ സ്ത്രീ യാവോ ഡെഫൻ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉയരം കൂടിയ സ്ത്രീ ആരാണ് എന്ന് ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്പർ 7, റുമൈസ ഗൽഗി. 1997 തുർക്കിയിലാണ് റുമൈസ ഗൽഗി ജനിക്കുന്നത്. ആളൊരു അഡ്വക്കേറ്റ് ആണ്, റിസർച്ചർ ആണ്, അതേപോലെ ഒരു വെബ് ഡെവലപ്പർ കൂടിയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒന്നല്ല ഒന്നിലധികം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ടൈറ്റിലുകളാണുള്ളത്. ഏറ്റവും വലുപ്പമുള്ള കൈയുള്ള സ്ത്രീ, ലോങ്സ്റ്റ് ബാക്ക് ഫീമെയിൽ, അതേപോലെ മുൻപ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഫീമെയിൽ ടീനേജർ ആയിരുന്നു. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ത്രീ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ടൈറ്റിലും റുമൈസ ഗൽഗി തന്നെയാണ് സ്വന്തമാക്കിയത്. 216 സെന്റിമീറ്റേഴ്സ് അഥവാ 7 അടി പൊക്കമാണ് റുമൈസക്കുള്ളത്. വീവർ സിൻഡ്രോം എന്ന ഒരു അപൂർവമായ കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ് റുമൈസക്ക് ഇത്രയും ഉയരമുള്ളത്. അമിതമായ പൊക്കമുള്ളത് കാരണം റുമൈസക്ക് നടക്കാൻ സാധിക്കില്ല. ഒരു വീൽ ചെയറിലാണ് റുമൈസയുടെ യാത്ര. അതേപോലെ 2022 തുർക്കിഷ് എയർലൈൻസ് വിമാനത്തിൽ റുമൈസ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. 6 റോ സീറ്റിൽ ഒരു സ്ട്രെച്ചർ വെച്ചായിരുന്നു പുള്ളിക്കാരിക്ക് യാത്ര ചെയ്യാനായി തുർക്കിഷ് എയർലൈൻസ് സൗകര്യമാക്കി കൊടുത്തത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ത്രീയെ നമ്മൾ പരിചയപ്പെട്ടു. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനെ കൂടി നമ്മൾക്ക് പരിചയപ്പെടാൻ ബാക്കിയുണ്ട് അത്രേ. നമ്പർ 6, ഹോ വെൻ ട്രാങ്. ഇന്ന് ജീവനോടെയുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനേക്കാൾ ഉയരമായിരുന്നു ഹോ വെൻ ട്രാങ് എന്ന ഈ വിയറ്റ്നാം സ്വദേശിക്ക്. 8 അടി 5 ഇഞ്ചസ് ഉയരമാണ് ഇദ്ദേഹത്തിന് ഉണ്ടായത്. അതായത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയരം
ഉയരം കൂടിയ മനുഷ്യരിൽ നിന്ന് 6ാം സ്ഥാനം. മെഡിക്കൽ ഹിസ്റ്ററിയിലെ ആകെ 29 ആളുകൾ മാത്രമാണ് 8 അടി ഉയരത്തിലധികം പൊക്കമുണ്ടായത്. അതിൽ ഒരാളാണ് ഹോ വാൻ ട്രാങ്. 1984 ഇദ്ദേഹം ജനിക്കുന്നത്. ഒരു കർഷകനായിരുന്നു ഇദ്ദേഹം. 2018 ഇദ്ദേഹത്തിന് കിഡ്നി ഫെയിലർ ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ 2019 തനിക്ക് വെറും 35 വയസ്സ് പ്രായമുള്ളപ്പോൾ ഹോ വാൻ ട്രാങ് മരണപ്പെട്ടു. ഹോ വാൻ ട്രാങ്ങിന്റെ കോഫിൻ തന്നെ 10 അടി വലുപ്പമായിരുന്നു ഉണ്ടായത്. നമ്പർ 5 സുൻ മിങ് മിങ്. ചൈനയിലെ ഒരു പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ താരമായിരുന്നു സുൻ മിങ് മിങ്. ആൻഡ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബാസ്കറ്റ്ബോൾ താരം കൂടിയായിരുന്നു ഇദ്ദേഹം. 7 അടി ഉയരവും അതേപോലെ 168 കിലോഗ്രാംസ് ഭാരവുമാണ് പുള്ളിക്കാരനുണ്ടായത്. തന്റെ 15ാം വയസ്സിലായിരുന്നു സുൻ മിങ് മിങ് ആദ്യമായി ബാസ്കറ്റ്ബോൾ കളിക്കാനായി തുടങ്ങിയത്. 1983 ഇദ്ദേഹം ജനിച്ചത്. ഇന്ന് ഇദ്ദേഹത്തിന് 41 വയസ്സ് പ്രായമാണ്. നമ്പർ 4 ഒലിവിയർ റിക്ടേഴ്സ്. ഇതാണ് 35 വയസ്സ് പ്രായമുള്ള ഡച്ച് ബോഡി ബിൽഡറും ആക്ടറുമായ ഒലിവിയർ റിക്ടേഴ്സ്. ഇനി ഇദ്ദേഹം സാധാരണ ഒരു ബോഡി ബിൽഡർ അല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബോഡി ബിൽഡർ എന്നാണ് ഒലിവിയർ റിക്ടേഴ്സ് അറിയപ്പെടുന്നത്. 7 അടി 2 ഇഞ്ചസ് ഉയരവും അതേപോലെ 160 കിലോഗ്രാംസ് ഭാരവുമാണ് ഇദ്ദേഹത്തിനുള്ളത്. നിങ്ങളൊരു മാർവൽ ഫാൻ ആണെങ്കിൽ 2021 പുറത്തിറങ്ങിയ ബ്ലാക്ക് വിഡോ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിൽ ഒലിവിയർ റിക്ടേഴ്സ് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് 3 വലിയ മനുഷ്യരെ കൂടി പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അടുത്തത് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉയരം കൂടിയ മനുഷ്യരിൽ 2ാം സ്ഥാനമുള്ള ആളായിരിക്കും നമ്മൾ പരിചയപ്പെടുക. അതിനുശേഷം 1ാം സ്ഥാനമുള്ള ആളെ പരിചയപ്പെടും. പിന്നെ വീഡിയോന്റെ അവസാനം ലോകത്തിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് തന്നെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനെ കൂടി പരിചയപ്പെട്ട് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. നമ്പർ 3 ബ്രാഹിം താക്യോല. ലോകത്തിലെ ഏറ്റവും വലിയ കാൽപാദമുള്ള മനുഷ്യൻ. ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ മനുഷ്യരിൽ നിന്ന് 2ാം സ്ഥാനം. സോ ഇതാണ് 42 വയസ്സ് പ്രായമുള്ള മൊറോക്കോക്കാരനായ ബ്രാഹിം താക്യോല. 246 സെന്റിമീറ്റേഴ്സ് അഥവാ 8 അടി ഉയരമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഗ്രോത്ത് ഹോർമോണിന്റെ അമിതമായിട്ടുള്ള പ്രൊഡക്ഷൻ കാരണമാണ് ഇദ്ദേഹത്തിന് ഇത്രയും പൊക്കം കൂടിയത്. തനിക്ക് 18 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ടീച്ചർ ബ്രാഹിമിനോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ബ്രാഹിമിന് ആക്രോമെഗലി എന്ന കണ്ടീഷനുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. എന്തായാലും 2006 ഫ്രാൻസിൽ നിന്ന് സർജറി ചെയ്ത് ഗ്രോത്ത് ഹോർമോണിലെ ട്യൂമർ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ കാൽപാദമുള്ള ഇദ്ദേഹത്തിന് ഷൂസും ചെരുപ്പൊക്കെ വാങ്ങാൻ ലഭിക്കുന്നതല്ല, അതുകൊണ്ട് എല്ലാം കസ്റ്റമായി ഉണ്ടാക്കേണ്ടതാണ്. നമ്പർ 2 സുൽത്താൻ കോസൻ. ഒരു തുർക്കിഷ് കർഷകനാണ് സുൽത്താൻ കോസൻ. ആൻഡ് ഇദ്ദേഹമാണ് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യൻ. ഇദ്ദേഹത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 251 സെന്റിമീറ്റേഴ്സ് അഥവാ 8 അടി 2 ഇഞ്ചസ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ട്യൂമർ കാരണം തന്നെയാണ് ഇദ്ദേഹത്തിന് ഇത്രയും പൊക്കം വന്നത്. നല്ല പൊക്കമുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കാലുകൾക്കൊക്കെ ശക്തി കുറവാണ്. അതുകൊണ്ട് ഒരു വടിയുടെ സഹായത്തിലാണ് ഇദ്ദേഹം നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് സുൽത്താനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ദൂരെയുള്ള കാര്യങ്ങളൊക്കെ കാണാം, എളുപ്പത്തിൽ ബൾബ് മാറ്റാം, കേർട്ടൻസ് മാറ്റാം, അങ്ങനെ തമാശ രീതിയിലാണ് ഉത്തരം പറഞ്ഞത്. നമ്പർ 1 റോബർട്ട് വാഡ്ലോ. US സ്വദേശിയായ റോബർട്ട് വാഡ്ലോ എന്ന ഇദ്ദേഹത്തിന്റെ പൊക്കം എന്ന് പറയുന്നത് 8 അടി 11 ഇഞ്ചസ് ആണ്. അതായത് റെക്കോർഡ് ചെയ്യപ്പെട്ടതിൽ വെച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യൻ. 1918 ഇദ്ദേഹം ജനിച്ചത്. എന്നിട്ട് തനിക്ക് വെറും 22 വയസ്സ് പ്രായമുള്ളപ്പോൾ, അതായത് 1940 റോബർട്ട് വാഡ്ലോ മരണപ്പെട്ടു. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.